ദർ ഈസ് സോ മച്ച് ഡ്രാമ ഗോയിങ് ഓൺ. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റ് വരെ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇക്ക ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾ എങ്ങനെയാണോ 2026 ഇലക്ഷൻ റിസൾട്ട്സ് എൻജോയ് ചെയ്തത്, അതുപോലെ വല്ല പോപ്കോണോ മിച്ചറോ എന്താന്ന് വെച്ചാൽ എടുത്തിരുന്നോളി. കാരണം അതിന് മാത്രം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കുറേ അധികം ടൈം ലൈൻസും സ്റ്റോറി ലൈനും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഒരൊറ്റ യൂണിവേഴ്സ്, ഐ മീൻ ഒരൊറ്റ ക്ലബിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിലാണ് നടക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്ന ചിന്ന സാധനങ്ങൾ ആദ്യം തന്നെ പറഞ്ഞൊഴിവാക്കാം. അതിലെ ആദ്യത്തെ സംഭവം, എംബാപ്പെ റയൽ മാഡ്രിഡ് ഇങ്ങനെ ഒരു മോശം പീരീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇക്കുറി ഒരു ട്രോഫി ഉണ്ടാവില്ല. ബാർസലോണ മിക്കവാറും എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് ലാ ലീഗ് അടിക്കും. ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിൽ ആള് ഇറ്റലിയിൽ വെക്കേഷൻ അടിച്ച് പൊളിക്കുക, ആളെ ഗേൾ ഫ്രണ്ടിൻ്റെ ഒപ്പം. ആൻഡ് ആ ഒരു സംഭവം കോച്ചിനാണെങ്കിലും ബാക്കിയുള്ള പല റയൽ മാഡ്രിഡ് ടീംമേറ്റ്സിനാണെങ്കിലും ആൻഡ് ഒബ്വിയസ്ലി ഫാൻസിനാണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഒരു സംഭവത്തിന് പുറമെ ഡ്രസ്സിംഗ് റൂമിൽ എംബാപ്പെ ഒരു പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ ടീംമേറ്റ്സും ആയിട്ടൊന്നും ആൾ അത്ര രസത്തിലല്ല എന്നുള്ള കാര്യം കൂടെ കേട്ടപ്പോൾ മാഡ്രിഡിസ്റ്റാസ് ഇളകി. അവർ എംബാപ്പയെ റയലിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെറ്റീഷൻ ഇറക്കി. 2 ലക്ഷം ആളുകൾ അതിൽ സൈൻ ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 40 മില്യൺ, അതായത് 4 കോടി ആളുകൾക്ക് അടുത്താണ് ആ ഒരു പെറ്റീഷൻ സൈൻ ചെയ്തിട്ടുള്ളത്. അതിലിപ്പോൾ ഫാൻസ് ഉണ്ടാവും, ഫാൻസ് അല്ലാത്ത ഒരു തമാശക്ക് കൊടുത്തിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഞാൻ വരെ സൈൻ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഗൈസ്, 4 കോടി ആളുകൾ എംബാപ്പനെ റയലിൽ നിന്ന് പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോമഡി എന്താണെന്നറിയോ, എംബാപ്പെ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ട്രെയിനിങ് സെഷനിലൊക്കെ ഇന്ന് പങ്കെടുത്തു. ആൻഡ് ആള് തിരിച്ചു പോണത് എങ്ങനെ, പൊട്ടിച്ചിരിച്ചിട്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കുറെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടെ ഒന്ന് ആലോചിക്കിട്ടോ, എടാ 4 കോടി ആൾക്കാർ ഒരു ഫുട്ബോൾ പ്ലെയർ ക്ലബ്ബ് വിടാൻ വേണ്ടിയിട്ട് പെറ്റീഷനൊക്കെ സൈൻ ചെയ്യാന്ന് പറയുമ്പോൾ, എംബാപ്പി യു ആർ ഗ്രേറ്റ്, ദ ഗ്രേറ്റസ്റ്റ് ഡിക്റ്റേറ്റർ. അടുത്തൊരു ടൈം ലൈനിൽ വരുന്ന ഒരു സംഭവത്തിലെ ഹീറോ അല്ലെങ്കിൽ വില്ലൻ ഈസ് റുഡിഗർ. എടാ ഇയാള് പ്രായമുള്ള ഒരു സ്റ്റാഫിനെ അടിച്ചിക്കുക. ഐ റിയലി ഹോപ്പ് ഇറ്റ്സ് ജസ്റ്റ് എ ജോക്ക്, ഒരു തമ്മിലുള്ള ഒരു ഇൻസൈഡ് ജോക്ക് പോലെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ അങ്ങനെ അടിച്ചതാന്ന് ഞാൻ ശരിക്കും വിചാരിക്കുക കേട്ടോ. കാരണം ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് റുഡിഗറിനെതിരെ പ്രത്യേകിച്ച് ആക്ഷനും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആൻഡ് രണ്ടാമത്തെ ഒരു കേസ്, ഇതേ റുഡിഗർ മറ്റൊരു റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ്, അതായത് കരേരാസിന് അടിച്ചത്രേ, ആളെ മുഖത്തിനിട്ടും അടിച്ചു എന്നൊക്കെയുള്ള ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ് വരുന്നുണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ ദിവസം കരേരാസ് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടു, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്, ആ നടന്ന ഇൻസിഡന്റ് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്, അതുപോലെ ഇനി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല മുഴുവൻ കമ്മിറ്റ്മെന്റും ഫോക്കസും ക്ലബിന്റെ മേലെ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് ആള് പറയുന്നത്. ഇനി പറയാൻ പോണതാണ് ദ മെയിൻ സ്റ്റോറി. ഓക്കെ, ക്യാപ്റ്റൻ ആയിട്ടുള്ള ഫെഡെ വാൽവെർദെ ആൻഡ് ചുവമെനി, ഇവർ തമ്മിൽ അടിയുണ്ടായി. വാൽവെർദേന്റെ തല പൊട്ടി, ആൾക്ക് മെമ്മറി ലോസ് വന്നു, അതായി ഇതായി, ഇങ്ങനെ വലിയൊരു സ്റ്റോറി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് ആ ഒരു സ്റ്റാർട്ട് തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ലെറ്റ്സ് വെൽക്കം ആങ്കർ AMD. ഇതെന്താ സംഭവം എന്നറിയോ, എക്സ്പെഷ്യലി വാൽവെർദെ ആളുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ഇവർ വെറുതെ ഈ ഫാൻ പേജസ് അല്ലെങ്കിൽ ക്ലബിന്റെ ഫാൻ പേജസ് വെറുതെ അടിച്ചിറക്കിയ കഥയാണെന്നൊക്കെ അല്ലേ. എങ്കിൽ പോലും നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് വാൽവെർദെയും ചുവമനും തമ്മിൽ അടി ഉണ്ടായത് നമുക്ക് അറിയണമല്ലോ. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ട്രെയിനിങ് സെഷൻ, അതിനിടയിൽ ചുവമനി ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു ടാക്കിൾ വാൽവെർദേന്റെ നേരെ ചെയ്തു. വാൽവെർദേക്ക് അത് ഇഷ്ടമായില്ല. ചുവമനി സംഭവം അപ്പൊ തന്നെ അപ്പോളജൈസ് ചെയ്തു, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും വാൽവെർദെ അത് സമ്മതിച്ച് കൊടുക്കണില്ല. ആളുടെ ഈഗോ സമ്മതിക്കണില്ല. ആൻഡ് ആ ഒരു സെയിം ട്രെയിനിങ് സെഷനിൽ വാൽവെർദെ തിരിച്ചും ചുവമനിനെ നല്ലൊരു ടാക്കിൾ ചെയ്തു. എന്നിട്ട് പിന്നെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ എന്താ പറയാ, വെറും തൊള്ളത്തല്ല്, വെറും വാക്ക് തർക്കം. അന്ന് ബോക്സിംഗ് ഒക്കെ ഒന്നും എത്തിയിട്ടില്ല കേട്ടോ, UFC മാച്ചിന്റെ ഷെഡ്യൂൾ അപ്പിട്ടിട്ടില്ല. അടുത്ത ദിവസത്തെ ട്രെയിനിങ്, എടാ വാൽവെർദെ പിന്നെയും പോയിട്ട് ചുവമനിനെ ഇന്നലത്തെ കാര്യം പറഞ്ഞിട്ട് പിന്നെയും പോയിട്ട് ടാക്കിൾ ചെയ്യാനൊക്കെ നോക്കി. ചുവമനി വീണപ്പോ ആളെ പിടിച്ച് നമ്മൾ ഈ മാച്ചിലൊക്കെ കാണുന്ന പോലെ ഫേക്ക് ആയിട്ട് അഭിനയിക്കൂലേ ഫൗൾ വരുമ്പോ, അപ്പൊ പ്ലേയേഴ്സ് പിടിച്ച് എണീപ്പിക്കൂലേ, അങ്ങനെ എണീപ്പിക്കാനൊക്കെ നോക്കി. അപ്പൊ കോച്ച് വന്നിട്ട് സംഭവം സോൾവ് ചെയ്യാൻ നോക്കി, അത് നടന്നില്ല. ഒരപ്പോഴും ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയത്. പിന്നെ ഒരു ഫുൾ ഓൺ ഫൈറ്റിംഗ് ആയി, മറ്റേ ഗ്ലൗ ഒക്കെ ഇട്ട് ഇറങ്ങിട്ടു, രണ്ടാളും അടി തുടങ്ങി. പക്ഷേ വാൽവെർദേക്ക്
6'2" ഹൈറ്റ് ഉള്ള മറ്റേ ഭീകരനായ ചുവമനിനെ എന്താ പറയാ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവില്ലേനു. ഒന്നാണ് കിട്ടി, തലടിച്ചു വീണു, തല പൊട്ടി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതാണ് ആ ഒരു ഇനീഷ്യലി വന്ന സ്റ്റോറി. അതിനിടയിൽ ഉണ്ടായ വേറൊരു കാര്യം എന്താണെന്നറിയോ? ചുവമനി രാവിലെ തന്നെ വന്ന് വാൽവെർദേക്ക് കൈയൊക്കെ കൊടുത്ത് കാര്യങ്ങൾ എന്താ പറയാ സോൾവ് ആക്കാനൊക്കെ നോക്കിയതാ. പക്ഷെ വാൽവെർദെ ആണ് സമ്മതിച്ചില്ല. ലാസ്റ്റ് ഇപ്പൊ എന്തായി, വാൽവെർദേക്ക് പണി കിട്ടി, ആൾക്ക് എൽ ക്ലാസിക്കോ മിസ്സാവും. ഇനി സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി തന്നെയാണ്. ഓക്കെ, വെറുതെ ഇത് തമാശ, ഞാനിങ്ങനെ ഇതിന്റെ ടോൺ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തമാശക്ക് തോന്നും, അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള പണി എടുക്കുന്ന ആൾക്കാർ എന്തത് കുട്ടികളെ പോലെ അടി ഉണ്ടാക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും സംഭവം കുറച്ച് സീരിയസ് തന്നെയാണ്. ഇതിനിടയിൽ അർബലോവനെ കുറ്റം പറയുന്നുണ്ട്. ഒരു തമ്മിൽ അടി ഉണ്ടാക്കിയപ്പോ അർബലോവ കോച്ചായിട്ടും ജസ്റ്റ് നോക്കിയിരിക്കേനു, അത് റയൽ മാഡ്രിഡിന് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സീസൺ കഴിയുമ്പോത്തിന് അർബലോവനെ സാക്ക് ചെയ്യുന്നു മാത്രമല്ല ഈ കച്ചറ ഉണ്ടാക്കിയ പ്ലേയേഴ്സിനൊക്കെ വിൽക്കുന്നുള്ള ടൈപ്പ് ഓഫ് ന്യൂസ് വരെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരെന്നെ ഈ സെയിം പേജ് തന്നെ ഇപ്പൊ പറയാ എന്ത്, റയൽ മാഡ്രിഡ് ചുവമിനി ആയാലും വാൽവെർദെ ആയാലും ഓരെ വിൽക്കാനൊന്നും ഉദ്ദേശിക്കണില്ല, മേ ബി ഒരു സീരിയസ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നു. എടാ എല്ലാ സ്റ്റോറി ഇവരെന്നെ കേട്ടോ നമ്മളെ അറിയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സത്യസന്ധമായ അപ്ഡേറ്റും ഇവരെന്നെയാണ് അറിയിക്കുന്നുണ്ട്. വാൽവെർദേന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്നതിന് മുന്നേ ഒരു ലീക്ക് ചാറ്റ് ഉണ്ടായിരുന്നു ചുവമനിന്റെ എന്ന് പറഞ്ഞിട്ട്. അതിൽ ആള് പറയുന്നത് എന്താണെന്നറിയോ, എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, പക്ഷെ മുഴുവൻ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറയാൻ പറ്റൂല. പക്ഷേ ഞാൻ വാൽവെർദേനെ പഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, ആളെ തല അടി പോയി ഇടിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ ഞാൻ പഞ്ച് ചെയ്തിട്ടല്ല എന്ന് ആള് പറയുന്നുണ്ട്. അപ്പൊ ഫാൻസ് ചോദിക്കണു, വെറുതെ പോയിട്ട് ഒരാളെ തല നിലത്തിടിച്ച് തല പൊട്ടി സ്റ്റിച്ച് ഇടണ്ട്, അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ടൊരു ഒരു ഇഞ്ചുറി വരുമെന്നാ. അതിന്റെ അടിയത്തെ കമന്റ്സ് നോക്കി, സെമി ഫൈനൽ റൂഡിഗർ വേഴ്സസ് കരേരാസ്, ചുവമനി വേഴ്സസ് വാൽവെർദെ, ജയിച്ചത് ചുവമനി. സീരിയസ്ലി ബ്രോ, ഇതൊക്കെയാണ് നടക്കുന്നുണ്ട്. എടാ ശരിക്കും ഇതൊരു സീരിയസ് സംഭവം ആട്ടോ. വാൽവെർദേക്ക് ആക്ച്വലി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിനെങ്കിലോ അപ്പോഴും ഇവർ ഇങ്ങനത്തെ സംഭവം അടിച്ചിറക്കുവോ? ഐ മീൻ UFC 305 വാൽവെർദെ വേഴ്സസ് ചുവമനി, ഇനിയിപ്പോ അങ്ങനെയൊക്കെ സോൾവ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ മാസം വരെ ഗ്രേറ്റസ്റ്റ് ക്ലബ്ബ് നമ്മളിങ്ങനെ പറഞ്ഞൊരു സ്ഥലത്താണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇനി ഇതിന്റെ എടീക്ക് മൗറീഞ്ഞോനെ കൊണ്ടുവരാനൊക്കെ നിൽക്കണോ ടീമിനെ നന്നാക്കാന്? ഈഗോയും കൂടെ കൂട്ടിയാൽ ഈഗോ കുറയൂല. അതൊന്ന് മനസ്സിലാക്കിയാൽ നന്നാവും. പിന്നെ മൗറിഞ്ഞോ പറഞ്ഞത് എന്താ, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ അതിന് റെഡിയാണ്, ഈ ക്ലബിനെ നന്നാക്കി തന്നെ ഇനി ബാക്കി കാര്യമുള്ളൂ എന്നാ. ഇനി ഫൈനലായിട്ട് കാണിക്കാനുള്ളത് വാൽവെർദേന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റാ. അതിലാള് ഈ ഒരു സംഭവത്തിനെ മൊത്തത്തില് ചെറുതാക്കിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ടീംമേറ്റുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഈ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ അത്ര വലിയ സംഭവമൊന്നുമല്ല, നോർമലായിട്ട് ലോക്കർ റൂമില് ചെറുതായിട്ടുണ്ടായ ഒരു കശപിശ മാത്രമാണ്. ആരോ റയൽ മാഡ്രിഡിൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലബിന്റെ കുറെ കാര്യങ്ങൾ ലീക്ക് ആക്കുന്നു, റൂമേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ആള് പറയുന്നത്. ഇവിടെ ലാസ്റ്റ് പറയുന്നത്, ടുഡേ വി ഹാഡ് അനദർ ഡിസഗ്രീമെന്റ് ഡ്യൂറിംഗ് ദ ആർഗ്യുമെന്റ് ഐ ആക്സിഡന്റലി ഹിറ്റ് എ ടേബിൾ. ആള് പറയുന്നത് ഫോർഹെഡിൽ ചെറിയൊരു കട്ട് വന്നു, അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ ഹോസ്പിറ്റൽ വിസിറ്റ് അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ എന്റെ ടീംമേറ്റ് എന്നെ ഇടിച്ചിട്ടില്ല, ഞാൻ തിരിച്ചും ഇടിച്ചിട്ടില്ല എന്നൊക്കെയാണ്. എന്തപ്പോ ആള് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുക, അല്ലാതെ ഇപ്പൊ നമുക്കിപ്പോ ഒന്നും ചെയ്യാനില്ലല്ലോ. കണ്ടോ, ഇത് നമുക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ചുവമനി പറയുന്നത് ഫ്ലോറിൽ തട്ടി, ഇവൻ പറയുന്നത് വാൽവെർദെ പറയുന്നത് ആക്സിഡന്റലി ടേബിളിൽ തട്ടി എന്നൊക്കെയാണ്. ഇതിപ്പോ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ഇപ്പൊ വിശ്വസിക്ക, കുഴപ്പമൊന്നുമില്ല. നമ്മക്കല്ലല്ലോ ചോരിയും കാര്യങ്ങളൊക്കെ വന്നത്. ഇവിടെ ഫബ്രീസോ റൊമാനോ കുറച്ചു മുന്നേ വേറൊരു സാധനം ഇട്ടീനോ കണ്ടോ, ബ്രേക്കിംഗ്, ഫെഡെ വാൽവെർദെ സഫേർഡ് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ആൻഡ് വിൽ മിസ് എൽ ക്ലാസിക്കോ. എടാ ബ്രെയിന് നെറ്റിയിലേനോ? വാൽവെർദേന്റെ ബ്രെയിന് നെറ്റിയിലാണോ? എനിക്കറിയില്ല. എടാ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അത്ര സിമ്പിൾ സാധനമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോ വാൽവെർദേക്ക് കാര്യങ്ങളൊന്ന് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ പറയാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തൊക്കെ നടക്കുന്നുണ്ട്. പോകുന്നതിന് മുന്നേ അൽ നാസറിനെ പറ്റിയിട്ട് 2 വാക്കുകൾ. ഓക്കെ, സീസണില് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള അനദർ മാച്ച് അൽ ഹിലാലിനെതിരെ കളിക്കുന്നതിന് മുന്നേ അൽ ഷബാബിനെതിരെ ഇവർ കളിച്ചിട്ടുണ്ടായിരുന്നു. 2-4 എന്നുള്ള ഒരു സ്കോർ ലൈനിൽ ജയിച്ചിട്ടുണ്ടെങ്കിലും കളി കണ്ടിട്ട് ദേഷ്യം വന്നു. ഓക്കെ, ഇങ്ങനത്തെ ക്രൂഷ്യൽ മാച്ചസിൽ ഇവർ തീരെ അന്തല്ലാത്ത രീതിയിൽ കളിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വരും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആകെയുള്ള പോസിറ്റീവ് എന്നുള്ളത് ഒന്ന്, ജാവ് ഫെലിക്സ് ആളൊരു ഹാട്രിക് അടിച്ചു. CR7 ആളുടെ 100ാമത്തെ സൗദി പ്രോ ലീഗ് ഗോൾ നേടി. ആൻഡ് ഒബ്വിയസ്ലി കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് ഓൾമോസ്റ്റ് ബോട്ടിൽ ചെയ്തതിനൊക്കെ ശേഷമാണെങ്കിൽ പോലും 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അൽ ഹിലാലിനെതിരെ തോൽക്കാതിരിക്കുക, അത്ര മാത്രമേ അൽ നാസറിന് ചെയ്യാൻ പറ്റുകയുള്ളൂ. ശുഭപ്രതീക്ഷ 100% വിജയം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു പെർഫോമൻസ് വെച്ച് അൽ ഹിലാലിനെതിരെയുള്ള അത്രക്കും പ്രഷറുള്ള ഒരു മാച്ചിൽ പിടിച്ചു നിൽക്കാൻ അൽ നാസറിനെ കൊണ്ട് കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും നമുക്ക് നല്ലത് സംഭവിക്കുമെന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കാം, അത്രേ പറ്റുള്ളൂ. ഈ കളിയൊക്കെ കണ്ടിട്ട് അപരാധം